അവൻ എൻ്റെ പേരക്കുട്ടിയാണ് അർജുൻ. അവന് എന്ത് സംഭവമാണെങ്കിലും അവൻ എൻ്റെ പേരക്കുട്ടിയാണെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെട്ട് വരാനുള്ള ബുദ്ധിയും വിവേകവും ഒക്കെ അവനുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. അഥവാ അവൻ രക്ഷപ്പെട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവൻ്റെ വിധിയാണെന്ന് ഓർത്തി സമാധാനിക്കുക, അല്ലാതെ ഒന്നും ചെയ്യാനില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അർജുൻ്റെ ഫോൺ ഇതിനു മുമ്പ് ഓൾറെഡി നമ്മുടെ അനുപമ കൈക്കലാക്കി കഴിഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ പ്രൊമോയിൽ നമ്മളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അബി എന്തെങ്കിലും ചെയ്യുമെന്ന്, പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് കാത്തിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. കാരണം അത്ര ഏറെ പ്രാധാന്യം നൽകുന്ന എപ്പിസോഡുകളാണ് ഈ ഒരു ആഴ്ചയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായ കാരണം എന്ന് പറയുന്നത് അർജുൻ കാവ്യ വിവാഹം അതിലേക്ക് കലാശിക്കുമോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് ഇത് പോകാം. എന്താണെങ്കിലും ഇന്നലെ അതായത് അർജുനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് കല്യാണത്തിന് വേണ്ടിയിട്ട് അർജുനെ ഒരുക്കി കല്യാണ ചെറുക്കനാക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പം അർജുനാണ് പോകാനായിട്ട് ഒരു വഴിയും കാണുന്നില്ല. അങ്ങനെ അർജുനെ കൂട്ടിക്കൊണ്ട് അവിടെ മേക്കപ്പ് റൂമിലേക്ക് പോകും. അവിടെ വെച്ചിട്ട് കാർത്തിക്കും കൂട്ടുകാരും അതുപോലെ തന്നെ അനുപമയും കൂടിയിട്ട് നമ്മുടെ അർജുനെ ഒരുക്കും കേട്ടോ. ഡ്രസ്സൊക്കെ മാറ്റിച്ച് മേക്കപ്പൊക്കെ ഇട്ടുകൊടുത്ത് ആ ഒരു സമയത്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർത്തിക്കിൻ്റെ ഭീഷണി നമ്മുടെ അർജുനോട് പറയുകയാണ് കേട്ടോ. എൻ്റെ അളിയൻ കുറച്ച് നേരത്തേക്ക് ഒരു നല്ല കുട്ടിയായിട്ട് ഇരുന്നാൽ മാത്രം മതി, അളിയൻ തന്നെയാണ് നായകൻ എന്ന് പറയുന്നത്, അളിയൻ വെറും 1 മണിക്കൂർ നേരത്തേക്കൊന്ന് അടങ്ങിയിരുന്നാൽ മാത്രം മതി അളിയ എന്നൊക്കെ പറയും കേട്ടോ. അതുപോലെ തന്നെ അനുപമയും പറയുന്നുണ്ട് നല്ല കുട്ടിയായിട്ടിരിക്കുക, വെറും 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ എല്ലാം വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകും എന്നൊക്കെ അർജുനോട് പറയുകയാണ് കേട്ടോ. അർജുനാണ് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ വേറൊരു സംഭവം കൂടി കാർത്തിക് അപ്പോഴും ഈ നമ്മുടെ അർജുനോട് പറയുകയാണ്, അളിയ അതായത് രാഘവനുണ്ണി അളിയൻ്റെ അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അളിയൻ എന്തെങ്കിലും കുസൃതി ഒപ്പിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അളിയനെ വേണ്ടപ്പെട്ട ആൾ ഇല്ലാതാകുന്ന കാണേണ്ടി വരും, അത് ആരാണെന്ന് അറിയാമല്ലോ അളിയ എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ അർജുൻ ഇങ്ങനെ ആലോചിക്കും, ഇത് ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? കാരണം രാഘവനുണ്ണിയും പറഞ്ഞതും അതുപോലെ തന്നെ കാർത്തികും പറയുന്നത് ഒരേ ഒരു കാര്യമാണ്, അതായത് തനിക്ക് വേണ്ടപ്പെട്ട ആൾ ഇല്ലാതാകുമെന്ന്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേനും അർജുൻ ആകെ ടെൻഷനാകും, ഇനി ഒരു പക്ഷേ അഞ്ജലിയുടെ കാര്യമാണോ ഈ പറയുന്നത് എന്ന്. അപ്പം ഒരു സംശയം തോന്നും, ഒരു പക്ഷേ അഞ്ജലിനെ കൊല്ലും എന്ന രീതിയിലാണോ, താൻ എന്തെങ്കിലും ഒപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അഞ്ജലിയെ കൊല്ലും എന്നാണോ ഇവർ സൂചിപ്പിക്കുന്നത് എന്ന് ഇങ്ങനെ നമ്മുടെ അർജുൻ ആലോചിക്കും കേട്ടോ. അപ്പോൾ അർജുൻ വേറൊരു കാര്യം കൂടി ആലോചിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താൻ എന്തെങ്കിലും ഇപ്പോൾ ഒന്ന് എടുത്തു ചാടി ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ഒരു പക്ഷേ അഞ്ജലിക്ക് ആപത്തുണ്ടാകുമെന്ന് അർജുൻ ആ ഒരു നിമിഷം മനസ്സിലാക്കുകയാണ് കേട്ടോ. അപ്പോൾ അർജുൻ ഇങ്ങനെ ആലോചിക്കും, തൽക്കാലം ഈ നാടകത്തിന് നിൽക്കുന്നത് പോലെ അഭിനയിക്കാം, ആ രീതിയിലെ കാര്യങ്ങൾ ഇപ്പോൾ തൽക്കാലം മുമ്പോട്ട് പോകട്ടെ എന്ന് അർജുൻ ആലോചിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അർജുൻ ആലോചിച്ച് തൽക്കാലം അവരുടെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ നമ്മുടെ അർജുൻ നിൽക്കുകയാണ് കേട്ടോ. കാരണം ഈ ഒരു അവസരത്തിൽ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും കേട്ടോ. അപ്പോൾ ഇതേ സമയം നമ്മുടെ അഞ്ജലിയും നമ്മുടെ പത്മയും അവിടെ നമ്മുടെ അർജുനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ കുറേ അരമണിക്കൂറിനുള്ളിൽ എത്തിയേക്കാം എന്ന് പറഞ്ഞിട്ടും നമ്മുടെ അർജുൻ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ പത്മയാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. അപ്പോൾ അഞ്ജലിയോട് പറയും, ഇതുവരെയായിട്ടും രാജീവേട്ടൻ എത്തിയില്ലല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, എനിക്കെന്തോ വലിയൊരു ആപത്ത് വരാൻ പോകുന്ന പോലെയൊക്കെ തോന്നുക പറയും. അതുപോലെ നമ്മൾ ഇറങ്ങിയപ്പോൾ ശകനങ്ങളൊന്നും ശരിയായിരുന്നില്ല, എന്തോ വലിയൊരു ആപത്ത് വരുന്നത് പോലെ തോന്നുവാണ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് പത്മയാകെ ടെൻഷൻ അടിക്കും കേട്ടോ. അപ്പോൾ അഞ്ജലി ആശ്വസിപ്പിക്കുകയാണ്, അത് നീ നോക്കൊന്നും വേണ്ട, അങ്ങനെയൊന്നും കാര്യമാക്കണ്ട, അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ച് നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട എന്നൊക്കെ പറയും. എന്നാലും പത്മയ്ക്ക് ഒരു മനസ്സാണ് അടങ്ങിയിരിക്കുന്നില്ല, എന്തൊക്കെയോ ഒരു വലിയ ആപത്ത് വരാനായിട്ട് പോകുന്നത് പോലെയൊക്കെ പത്മയ്ക്ക് തോന്നുന്നതാണ് കേട്ടോ. ഇതേ സമയം കാർത്തിക്കിൻ്റെ ഗുണ്ടകൾ എല്ലാവരും ഇങ്ങനെ അഞ്ജലിയും പത്മയും വാച്ച് ചെയ്ത് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷേ അപ്പോഴൊക്കെ നമ്മുടെ അഞ്ജലിയും പത്മയും അത് അത്ര മനസ്സിലാക്കുന്നില്ല, ഇത് കാർത്തികിൻ്റെ ഗുണ്ടകളാണ്, അവരെ നോട്ട് ചെയ്താണ് അവിടെ ഇരിക്കുന്നത് എന്ന്. അഞ്ജലി കണ്ടിട്ടുണ്ട് അവരെ, പക്ഷേ അഞ്ജലിക്കും മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ കാരണം കാർത്തികിൻ്റെ ഒരു കോള് വരാൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുകയാണ്, എന്തെങ്കിലും അഞ്ജലിയും പത്മയും ചെയ്യണോ എന്ന്. കാർത്തികിൻ്റെ കോള് വന്നാൽ മാത്രമേ അവർ ചെയ്യത്തുള്ളൂ കേട്ടോ.
അപ്പം ഇത്രയധികം നേരമായിട്ടും നമ്മുടെ അർജുനെ കാണാൻ വന്നപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും അഞ്ജലി പറയും എന്തായാലും ഞാനൊന്ന് ഫോൺ വിളിച്ച് നോക്കാമെന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഇതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം എപ്പിസോഡിൽ കാണുന്ന കുറച്ച് മുമ്പ് കാണുന്ന സീൻ ഇതൊന്നും അല്ല. ശംഖുചക്രം തറവാട്ടിൽ വലിയ പ്രശ്നങ്ങൾ അപ്പം നടക്കാനായിട്ട് പോവുകയാണ്. അതായത് ശംഖുചക്രം തറവാട്ടിലേക്ക് നമ്മുടെ മുകുന്ദനുണ്ണി എവിടെയോ ട്രിപ്പ് കഴിഞ്ഞ് വരികയാണ്. ജോലി സംബന്ധമായ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഇന്ദു എന്നൊക്കെ വിളിച്ച് പുള്ളിക്കാരൻ ഇങ്ങനെ കയറി വരുമ്പോൾ വിളിക്കാൻ സമയത്ത് വൈഫും കുട്ടികളൊക്കെ ഓടി വരാറുണ്ട്, എല്ലാവരും വരാറൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ പുള്ളി ഇങ്ങനെ വന്നു കഴിഞ്ഞ് വിളിച്ചു നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. അപ്പോൾ അതായത് രാഘവനുണ്ണിയുടെ വൈഫിനെ കാണുന്നില്ല, ഇന്ദുവിനെ കാണുന്നില്ല, അങ്ങനെ ആരെയും കാണുന്നില്ല കേട്ടോ. അപ്പം മുകുന്ദനുണ്ണി ചിന്തിക്കും ഇവരൊക്കെ ഇത് എവിടെ പോയി, എവിടെയും ആരെയും വിളിച്ചിട്ട് കാണുന്നില്ല, ഇവരൊക്കെ ഈ രാവിലെ ഇത് എവിടേക്ക് പോയി എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന ഇതേ സമയം തന്നെ നമ്മുടെ ഗോവിന്ദൻ ജോഗിങ് കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ മുകുന്ദനുണ്ണിയും തമ്മിലിങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് മുകുന്ദനുണ്ണി ചോദിക്കും ഇവരാരെയും കാണുന്നില്ല, അവരൊക്കെ എവിടെ പോയി എന്ന് പറയാണ് കേട്ടോ. അയ്യോ അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ല, അവരൊക്കെ ഇവിടെ പോയി, ഇങ്ങനെ വല്ല അമ്പലത്തിലും പോയോ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ മുകുന്ദനുണ്ണി പറയും അവൾ എന്തോ അമ്പലത്തിൽ പോയ ഉറപ്പായിട്ട് എന്നോട് പറയും, ഒരു ടെക്സ്റ്റ് ഇടും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കോൾ ചെയ്യും, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇത് അവൾ ഒന്നും പറയാതാണ് പോയിരിക്കുന്നതെന്ന് പറയും കേട്ടോ. അപ്പം നമ്മുടെ ഗോവിന്ദനുണ്ണി പറയും ഞാൻ രാവിലെ ഒരു സംഭവം കണ്ടിരുന്നു, അതായത് അനുപമ നമ്മുടെ അർജുനെ വിളിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശിയൊക്കെ അങ്ങോട്ടേക്ക് വരികയൊക്കെ ചെയ്യും കേട്ടോ. ഈ സമയം നമ്മുടെ അഭി മുകളിലത്തെ നിലയിൽ നിന്ന് ഇറങ്ങി താഴേക്ക് വരികയാണ്. അങ്ങനെ പല നാടകങ്ങളും മായാജാലങ്ങളൊക്കെ ഇവിടെ നടക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഷോക്കഡായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഷോക്കഡായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ അഭി താഴേക്ക് ഇറങ്ങി വരും. അഭി പറയും ഇവിടെ അങ്ങനെ പല മായാജാലങ്ങളും നടക്കും, അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ മായാജാലം നടക്കും, അതുപോലെ തന്നെ അവിടുത്തെ അതായത് അമ്മയുടെ മായാജാലം നടക്കും, അങ്ങനെ പല മായാജാലങ്ങളും നടക്കും എന്ന് പറയും. അപ്പോഴത്തേനും ഗോവിന്ദനുണ്ണി പറയും നീ എന്താ കാര്യം നീ പറ, എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറയാമെന്ന് പറയും. അപ്പം നമ്മുടെ അഭി പറയും അതായത് ഇന്ന് അർജുൻ കാവ്യ വിവാഹം നടക്കാനായിട്ട് പോവുകയാണ് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ മുകുന്ദനുണ്ണിയും ഗോവിന്ദനുണ്ണിയും അങ്ങനെ മുത്തശ്ശിയും എല്ലാവരും അങ്ങ് ഷോക്കഡായി പോകും കേട്ടോ. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായി പോകും. അപ്പോൾ എല്ലാവരും അതങ്ങനെ ശരിയാവും, നമ്മളറിയാതെ ഇങ്ങനെ കാര്യം നടത്തുന്നത് ശരിയല്ലോ, അങ്ങനെ ആ അർജുനെ കൊണ്ട് ചതിയിൽ പെടുത്താനായിട്ട് പോവുകയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയും ഉറപ്പായിട്ടും അപ്പോൾ എങ്ങനെയാണ് നീ ഇത് അറിഞ്ഞത് അഭി എന്ന് ചോദിക്കും. അപ്പോൾ അഭി പറയും അന്ന് രാഘവനുണ്ണി 10 ദിവസത്തിനുള്ളിൽ കല്യാണം നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ മറന്നുപോയോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പം ഗോവിന്ദനുണ്ണി ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണ്, ഇന്നേക്ക് 10ാം നാൾ വിവാഹം നടത്തിയിരിക്കുന്നു, അപ്പോൾ ഇന്ന് 10ാമത്തെ ദിവസമാണ്, അപ്പോൾ സംഭവം ഇത് തന്നെയാണെന്ന് ഏകദേശം ബോധ്യമായി. അപ്പോൾ അഭിയോട് പറയും നീ എന്തുകൊണ്ടാണ് ഈ സംഭവം നീ തടയാതിരുന്നത്, നീ എന്താണ് ഞങ്ങളോട് പറയാതിരുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോൾ അഭി പറയും ഞാൻ ഇത് ഒരിക്കലും മുൻകൂട്ടി അറിഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് എനിക്കിത് മനസ്സിലായ കാര്യമാണ് എന്നൊക്കെ പറയും കേട്ടോ. എൻ്റെ ഒരു ഊഹം മാത്രമാണെന്ന് നമ്മുടെ അഭി പറയും കേട്ടോ. അപ്പോൾ ഗോവിന്ദനുണ്ണിക്കാണ് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അർജുനെ കൊണ്ടുപോയി വലിയൊരു ചതിയിൽ അത് കാവ്യനെ തലയിൽ കെട്ടിവെക്കാനായിട്ട് നോക്കിയാണ് മുത്തശ്ശി എന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ വിവാഹം എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റുള്ളൂ, എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇന്ദുവിൻ്റെ ഫോണിലേക്ക് അങ്ങനെ പല ഫോണിലേക്കൊക്കെ ഗോവിന്ദൻ മാറി വിളിച്ച് നോക്കിയിട്ട് ഒരാൾ പോലും ഫോൺ എടുക്കുന്നില്ല കേട്ടോ. ആകെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിൽ ഗോവിന്ദൻ മാറും. അഭി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് അഭി പോകും കേട്ടോ. അപ്പോൾ അഭി ഇത്രയും കാര്യം പറഞ്ഞു, അഭിയുടെ വഴിക്ക് പോയി. പക്ഷെ അഭി കല്യാണം തടയാനോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എത്രമാത്രം. ഇപ്പം നമ്മൾ ഇന്നലെ പ്രമേയിൽ നമ്മളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അഭി എന്തെങ്കിലും ചെയ്യുമെന്ന്, പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. അതൊരു സങ്കടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അഭി എന്തെങ്കിലുമൊക്കെ നമ്മുടെ അർജുന് വേണ്ടി ചെയ്യും, ഈ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അഭിയായിട്ട് ഒന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ അഭിയുടെ കാര്യം നോക്കിപ്പോയി. അപ്പോൾ ആ ഒരു പ്രതീക്ഷ അഭി രക്ഷപ്പെടുത്തും എന്നൊരു പ്രതീക്ഷ ഇതോടുകൂടി അവസാനിക്കുകയാണ് കൂട്ടുകാർ. ഗോവിന്ദനുണ്ണിക്ക് ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഒരു രീതിയിലും പുള്ളിക്കാണെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ട് പുള്ളി വേഗം തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ പുള്ളി ഫോണൊക്കെ എടുത്ത് ഓൾറെഡി വിളിച്ചു നോക്കിയിട്ട് ആരും വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ വേഗം കാറെടുത്ത് പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ മുത്തശ്ശി ഓടി വരും, ഗോവിന്ദ നീ എങ്ങോട്ടായി പോകുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഗോവിന്ദൻ പറയും ഞാൻ ഒരിക്കലും അർജുനെ ഈ ചതിയിൽ കൊണ്ടുപോയി പെടുത്താനായിട്ട് സമ്മതിക്കത്തില്ല, അവനെ കാവ്യയുടെ തലയിൽ കെട്ടിവെക്കാനായിട്ട് നോക്കുന്നത്, ഞാൻ കുറുപ്പിൻ്റെ വീട്ടിൽ പോയി ഒന്ന് അന്വേഷിക്കട്ടെ, അവിടെ പോയി കാര്യങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ മുത്തശ്ശി പറയും നീ ഒരിടത്തേക്കും പോകണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കും മുത്തശ്ശി എന്താണ് ഈ പറയുന്നത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്ന് ചോദിക്കും.
ആ മുത്തശ്ശിയിലെ അമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിക്കും, പറയും അതൊന്നും വേണ്ട, അവൻ എൻ്റെ പേരക്കുട്ടിയാണ് അർജുൻ, അവന് എന്ത് സംഭവമാണെങ്കിലും അവൻ എൻ്റെ പേരക്കുട്ടിയാണെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെട്ട് വരാനുള്ള ബുദ്ധിയും വിവേകവും ഒക്കെ അവനുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. അഥവാ അവൻ രക്ഷപ്പെട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവൻ്റെ വിധിയാണെന്ന് ഓർത്തി സമാധാനിക്കുക, അല്ലാതെ ഒന്നും ചെയ്യാനില്ല എന്ന് പറയും കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മുത്തശ്ശി അങ്ങ് പോകും, ഗോവിന്ദൻ ഇങ്ങനെ നിൽക്കും. അപ്പോൾ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗം എന്ന് പറയുന്നത് നമുക്ക് വളരെ സങ്കടം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം, ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, മേക്കപ്പ് സംഭവങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മുടെ അർജുനെയും വിളിച്ചുകൊണ്ട് കാർത്തിക്കും അനുപമയും എല്ലാവരും കൂടെ അതായത് പന്തലിലേക്ക് വരികയാണ് കേട്ടോ, വിവാഹ മണ്ഡപത്തിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് കാവ്യനെയും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് അതായത് താലി കെട്ടാനായിട്ടുള്ള സമയമായോ എന്ന് ചോദിക്കുമ്പോൾ ശാന്തി പറയും, ഇല്ല, ഒരു 10 മിനിറ്റും കൂടി ഉണ്ട് രാഘവൻ, അങ്ങനെ സംഭവമുണ്ട്, അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ കാത്തിരിക്കുന്ന ഈ സമയത്താണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ അഞ്ജലിയുടെയും പത്മയുടെ അവിടെ അവർ തമ്മിൽ ടോക്കൊക്കെ ഉണ്ടാവുന്നത്. അതായത് എന്താണ് അർജുൻ എത്താത്തത്, ആകെ ടെൻഷൻ അടിക്കുന്നു, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്ന സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ അഞ്ജലി ഫോൺ വിളിക്കുകയാണ് നമ്മുടെ അർജുനെ. അപ്പോൾ അർജുൻ്റെ ഫോൺ ഇതിനു മുമ്പ് ഓൾറെഡി നമ്മുടെ അനുപമ കൈക്കലാക്കി കഴിഞ്ഞിരുന്നു കേട്ടോ. അതായത് ഫോൺ കൈക്കലാക്കി വെച്ചിരിക്കുന്നത്, ഇപ്പോൾ എന്തിനാ ഫോൺ, നീ കല്യാണത്തിന് പോവുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അനുപമ ആ ഫോൺ ഓൾറെഡി എടുത്തിരുന്നു. അപ്പോൾ അതിലേക്ക് കോളിങ്ങിനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ അർജുനും ഗോവിന്ദനുണിയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു, ഇതെല്ലാം അനുപമ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഞ്ജലി ഫോൺ വിളിക്കും അർജുൻ്റെ ഫോണിലേക്ക്. അപ്പോൾ പെണ്ണുമ്പിള്ള എന്ന് പറഞ്ഞ കോൾ എഴുതി വരും. അപ്പോൾ ഇങ്ങനെ ബെല്ലടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് കണ്ടിട്ടാണെങ്കിൽ അർജുന് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അർജുൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് വേഗം അനുപമ നടന്നു പോകും. അപ്പോൾ ഏടത്തിൽ നിന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും നമ്മുടെ അനുപമ നിൽക്കില്ല കേട്ടോ, നമ്മുടെ അനുപമയല്ല, അനുപമ നിൽക്കില്ല കേട്ടോ. അപ്പോൾ പുള്ളിക്കാരിയും നടന്നു പോകും. അപ്പോൾ നീ ഇവിടെ കാവ്യയുടെ അടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞിട്ടാണ് അനുപമ നടന്നു പോകുന്നത് കേട്ടോ. പാവം അഞ്ജലി ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ അർജുന് സഹിക്കാനും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത്. എന്താണെങ്കിലും നിങ്ങളെല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് കാണുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ വേറൊരു വീഡിയോയുമായി വരാം. ടേക്ക് കെയർ, ബൈ ബൈ.